ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബ് ചാനലിലൂടെ മനസ്സിലായ കാര്യം, വീഡിയോയുടെ ക്വാളിറ്റിയേക്കാൾ അതിലുപരി ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഇൻഫർമേറ്റീവ്സ് ആയ വീഡിയോസാണ് പ്രാധാന്യം നൽകേണ്ടത് എന്നെനിക്ക് തോന്നുന്നു. എൻ്റെ ഈ ചാനലിലൂടെ എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന ജോലികളും എൻ്റെ അനുഭവങ്ങളും വളരെ സത്യസന്ധമായിട്ടാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. എൻ്റെ ഉമ്മാൻ്റെ ഒരു സ്ഥിരം ചോദ്യമുണ്ട്, പണിയെടുക്കുമ്പോഴും എല്ലാവിടേക്കും ഈ ഫോണാണല്ലോ. അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറയും, ഞാനൊരു വലിയ ബ്ലോഗർ ആകാനുള്ള തയ്യാറെടുപ്പിലാണ്. യൂട്യൂബിൽ നിന്ന് വരുമാനം ഒക്കെ വന്നു തുടങ്ങുമ്പോൾ ഉമ്മയ്ക്ക് തന്നെ മനസ്സിലാകും ഇതൊരു നല്ല കാര്യമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉമ്മ ചിരിക്കും. എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോസിൽ യൂട്യൂബ് സെർച്ചിലൊക്കെ കുറേ വരുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. വീഡിയോസൊക്കെ ഞാൻ നോക്കുമ്പോൾ യൂട്യൂബ് സജസ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പേര്, കൂടുതൽ ആളുകൾ കാണുന്നത് യൂട്യൂബ് സജഷനിലാണ്. അപ്പോൾ എൻ്റെ ഈ യൂട്യൂബ് യാത്രയിൽ ഇതുവരെ കൂടെ നിന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾ നൽകുന്ന ഓരോ സപ്പോർട്ടുമാണ് എൻ്റെ ഏറ്റവും വലിയ കരുത്ത്. ഈ കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ എൻ്റെ സ്വന്തം അധ്വാനം കൊണ്ട് തന്നെ നേടിയെടുക്കണം എന്നാണ്. മറ്റൊരു ആളുടെ സഹായം ചോദിച്ചു വാങ്ങുന്നതിനേക്കാൾ നമ്മൾ തനിയെ കഷ്ടപ്പെട്ട് ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. അതുകൊണ്ടാണ് ഉള്ള സൗകര്യങ്ങൾ വെച്ച് ഞാൻ മുന്നോട്ട് പോകുന്നത്. സത്യത്തിൽ നമ്മളെല്ലാം നല്ല കാര്യങ്ങൾ ആഗ്രഹിക്കണം, വലുതായി തന്നെ ആഗ്രഹിക്കണം. പക്ഷേ വെറുതെ ആഗ്രഹിച്ചിരുന്നിട്ട് കാര്യമില്ല. ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കാര്യങ്ങൾ കൃത്യമായി ചെയ്യാനുള്ള വാശിയും കഠിനാധ്വാനവും നമുക്ക് വേണം. സൗകര്യങ്ങളിലല്ല, നമ്മുടെ ഉള്ളിലെ ആത്മാർത്ഥതയാണ് പ്രധാനം എന്ന്. എൻ്റെ യൂട്യൂബ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു 17 മണിക്കൂറും യൂസ് ചെയ്യുന്ന ഒരു ഫോൺ സ്റ്റാൻഡാണ് ഈ കാണുന്നത്. കാണുമ്പോൾ ചിലർക്കൊക്കെ ചിരി വരുന്നുണ്ടാകാം. മണ്ണ് നിറച്ച ഈ ഒരു ബക്കറ്റിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു പഴയ ഒടിഞ്ഞ സ്റ്റാൻഡ്. ഇതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോകൾ എടുക്കാറ്. എൻ്റെ മോൻ ഞാൻ കാണാതെ ഇതിൽ കയറി നിന്നപ്പോൾ പൊട്ടിപ്പോയതാണ് ഇതിൻ്റെ കാര്യം. അത്യാവശ്യം നല്ല ലെങ്ത്തും അതുപോലെ ഫ്ലെക്സിബിളുമാണ് ഈ ഫോൺ സ്റ്റാൻഡ്. ഈ ബക്കറ്റിൽ വെച്ചിട്ട് ഈ വീഡിയോ എടുക്കൽ അത്ര വിചാരിക്കുന്നത് പോലെ നിസ്സാരമൊന്നും അല്ല. ഈ ബക്കറ്റ് എത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ വീഡിയോ എടുക്കുന്നതിൻ്റെ പിന്നാലെ ഞാൻ കൊണ്ടുപോകും. അടുക്കളയിൽ വീഡിയോ എടുക്കുമ്പോൾ അവിടെ എത്തും. പിന്നെ പുറത്ത് മുറ്റത്ത് ഓരോ വീഡിയോ എടുക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ബക്കറ്റ് ഏറ്റി നടക്കണം. ഇതിനു മുമ്പ് 2-3 യൂട്യൂബ് ചാനലൊക്കെ എനിക്കുണ്ടായിരുന്നു. അതൊക്കെ കോപ്പിറൈറ്റ് കണ്ടൻ്റായിട്ട് ഒക്കെ യൂട്യൂബ് റിമൂവ് ആകാനാണ്. ഈ യൂട്യൂബ് ചാനലിൽ കോപ്പിറൈറ്റ് കണ്ടൻ്റ് ഒന്നും വരാതെ ഞാൻ യൂട്യൂബ് വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലെ ഇനിയും ഒത്തിരി നല്ല വീഡിയോസുമായി ഇനിയും കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.